പൂർണ്ണവർഗ സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് അതായത് വർഗ്ഗമൂലം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അതിന്റെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂർണ്ണവർഗ സംഖ്യകളുടെ അവസാനത്തെ രണ്ടക്കങ്ങൾ 25 വരുന്ന പൂർണ്ണവർഗ സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. നോക്കാം, നമ്മുടെ റൂട്ട് 625. ഈ റൂട്ട് 625ന്റെ ലാസ്റ്റ് കാണിക്കുന്ന 25, അതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 5 ആയിരിക്കും. പിന്നെ കാണിക്കുന്ന 6 ആണ്. ഈ 6 എന്ന് പറയുന്നത് അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ ഗുണനഫലമാണ്. അപ്പൊ 2 × 3, 2 3 6 ആണ്. അപ്പൊ അതിൽ 2 നമുക്ക് എഴുതാം. അതാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു കണക്കെന്ന് പറയുന്നത് നമുക്ക് റൂട്ട് 12 25. അപ്പൊ ഈ റൂട്ട് 12 25-നകത്ത് 12 25, അതിൽ 25ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 5 ആയിരിക്കും. പിന്നെ വരുന്ന 12, ആ 12 എന്ന് പറയുന്നത് അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 3 × 4. അപ്പൊ അതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 3. അതുപോലെ അടുത്ത സംഖ്യ നോക്കാം, റൂട്ട് 56 25. ഇവിടെ നമുക്ക് 56 25ന്റെ അവസാന രണ്ടാക്കുന്നത് 25 ആണ്. അപ്പൊ അതിന്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 5 ആണ്. പിന്നെ 56. അപ്പൊ ഈ 56 എന്ന് പറയുന്നത് 7 × 8 ആണ്. 7 × 56. അതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 7. അപ്പം ഇങ്ങനെ പൂർണ്ണവർഗ സംഖ്യകളുടെ, അതായത് അവസാനം 25 വരുന്ന പൂർണ്ണവർഗ സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് അതായത് വർഗ്ഗമൂലം കണ്ടുപിടിക്കാൻ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു. താങ്ക് യു.